നിങ്ങൾക്കേവർക്കും എൻ്റെ കഥാപ്രസംഗാവതരണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. അഭിവാദ്യങ്ങൾ. മലയാളത്തിൻ്റെ മഹാനായ കഥാകാരൻ എം ടി വാസുദേവൻ നായരുടെ ഉദാത്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഈ കഥാപ്രസംഗം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. രണ്ടാം ഊഴം. യാത്ര, അപൂർവയാത്ര, യുദ്ധമൊടുങ്ങിയ കുരുക്ഷേത്ര ഭൂമി നിന്നു തുടങ്ങും യാത്ര. യാത്ര, അപൂർവയാത്ര, യുദ്ധമൊടുങ്ങിയ കുരുക്ഷേത്ര ഭൂമി നിന്നു തുടങ്ങും യാത്ര. പിന്നിട്ട ജീവിത വീതിയിലേക്കിനി തിരിഞ്ഞു നോക്കാത്ത യാത്ര. പിന്നിട്ട ജീവിത വീതിയിലേക്കിനി തിരിഞ്ഞു നോക്കാത്ത യാത്ര. മഹാപ്രസ്ഥാനയാത്ര, മഹാപ്രസ്ഥാനയാത്ര. മഹാപ്രസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ ഭാരമൊക്കെ ഇറക്കി വെച്ച് വിട പറയാം എന്ന് തീരുമാനിച്ചത് യുധിഷ്ഠിരനാണ്. ഇത് ഞങ്ങളുടെ അന്ത്യയാത്രയാണ്. പാണ്ഡവർക്കിനി ഭൂതകാലമില്ല, സ്വപ്നങ്ങളും പ്രതീക്ഷകളുമില്ല. യുധിഷ്ഠിരൻ നടന്നു തുടങ്ങി. രണ്ടാം ഊഴം അതെൻ്റേതാണ്. ഞാനും നടന്നു. എൻ്റെ പിന്നാലെ അർജുനൻ, അവന് പിന്നാലെ നകുലൻ, പിന്നിൽ സഹദേവൻ, ഏറ്റവും പിന്നിൽ ദ്രൗപദി. യോജനകൾ പിന്നിട്ടപ്പോൾ ഒരു തേങ്ങൽ അടക്കിയ ഒരു വിലാപം. ഞാൻ നിന്നു. ഏത് കോലാഹലത്തിനിടയിലും ആ ശബ്ദം എനിക്ക് തിരിച്ചറിയാം. ജ്യേഷ്ഠ, ദ്രൗപദി വീണുപോയി. പിന്തിരിഞ്ഞു നോക്കിയില്ല. നടത്തത്തിൻ്റെ വേഗം കുറച്ചതുമില്ല യുധിഷ്ഠിരൻ. അത്ഭുതപ്പെടാനില്ല. ഉടലോടെ സ്വർഗത്ത് പുറത്തുവാനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി. അവൾ സ്നേഹിച്ചിരുന്നത് അർജുനനെ മാത്രമായിരുന്നു. രാജസൂയത്തിൽ എൻ്റെ അടുത്തിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനിലായിരുന്നു. യാത്ര തുടരും. വീഴുന്നവർക്കായി കാത്തു നിൽക്കാതെ യാത്ര തുടരും. യാത്ര, അപൂർവയാത്ര, യുദ്ധമൊടുങ്ങിയ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് തുടങ്ങും യാത്ര. പിന്നിട്ട ജീവിത വീതിയിലേക്കിനി തിരിഞ്ഞു നോക്കാത്ത യാത്ര. മഹാപ്രസ്ഥാനയാത്ര, മഹാപ്രസ്ഥാനയാത്ര. എന്നെ തൊടാതെ വലം വെച്ച് അർജുനൻ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അർജുന, ദ്രൗപദി വീണുപോയി. അർജുനൻ കേട്ടില്ല. എൻ്റെ ഇടതുവശത്തു കൂടി നകുലൻ കടന്നു പോയപ്പോൾ പിറുപിറുക്കുന്നത് കേട്ടു. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാൻ സമയമില്ല. സഹദേവൻ വീണ് കിടക്കുന്ന ദ്രൗപദിയെയും വാരിയെടുത്ത് എനിക്ക് മുന്നേ കടന്നു പോകുന്ന നിമിഷവും കാത്ത് ഞാൻ നിന്നു. സഹദേവനെ 5-ാം ഊഴം നൽകിയ ഭാര്യ മാത്രമായിരുന്നില്ല ദ്രൗപദി. ഒരമ്മയുടെ സ്നേഹം, വാത്സല്യം കൂടി കോരിച്ചൊരിഞ്ഞവളാണ്. ഒടുവിൽ സഹദേവനും ഇടം വലം നോക്കാതെ കടന്നുപോയി. ഞാൻ മാത്രം നിന്നു. തിരിച്ചു നടന്നു. മഹാപ്രസ്ഥാനത്തിൻ്റെ നിയമം ഞാൻ മറന്നു. വരണ്ട മണ്ണിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന ദ്രൗപദിക്കടുത്ത് ഞാൻ മുട്ടുകുത്തിയിരുന്നു. ദ്രൗപദി, ഇവിടെ ഞാനുണ്ട്.
പറയൂ, എന്തെങ്കിലും അവസാനമായി എന്തെങ്കിലും പറയൂ. ദ്രൗപദിയുടെ ചുണ്ടുകൾ ഇളകി. എന്തോ പറഞ്ഞു, പ്രയാസപ്പെട്ടെന്തോ പറഞ്ഞു. പക്ഷേ വാക്കുകൾ വ്യക്തമായില്ല. ആകെ തളർന്നു പോയ ദ്രൗപദിയുടെ ശിരസ് ചാഞ്ഞു. ദ്രൗപദി കണ്ണു തുറക്കുന്നതും കാത്ത് ഞാൻ അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. മുന്നിൽ എങ്ങനെയോ നിന്ന് യുധിഷ്ഠിരനെ സ്വീകരിക്കാനെത്തുന്ന സ്വർഗത്തേരിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കേൾക്കുന്നത് മുന്നിലെങ്ങോ നിന്നല്ല, വളരെ പിന്നിലെവിടെയോ നിന്നാണ്. പിന്നിട്ട രാജാങ്കണങ്ങളിൽ നിന്നും, പിന്നിട്ട വനവീഥികളിൽ നിന്നും, രണഭൂമികളിൽ നിന്നും. ശതശൃംഗത്തിൽ നിന്നും ഞങ്ങൾ ഹസ്തിനപുരത്തിലെത്തി. ശതശൃംഗത്തിൽ നിന്നും ഞങ്ങൾ ഹസ്തിനപുരത്തിലെത്തി. രാജകുമാരന്മാരായി വാഴാൻ പാണ്ഡുസുതന്മാരെത്തി. രാജകുമാരന്മാരായി വാഴാൻ പാണ്ഡുസുതന്മാരെത്തി. ഞങ്ങൾ പഞ്ചപാണ്ഡവരെത്തി. ഞങ്ങൾ പഞ്ചപാണ്ഡവരെത്തി. അമ്മ കുന്തിയുടെ കയ്യും പിടിച്ച് ഞങ്ങൾ ഹസ്തിനപുരത്തിലെത്തുമ്പോൾ എനിക്ക് അന്ന് 5 വയസ്സ്. അച്ഛൻ പാണ്ഡു, ശാപഗ്രസ്തനായ അച്ഛൻ പാണ്ഡു വനത്തിൽ വെച്ച് തന്നെ മരിച്ചു. ഇളയമ്മ മാദ്രി അച്ഛൻ്റെ ചിതയിൽ ചാടി സ്വയം മരണത്തിന് കീഴടങ്ങി. ഉചിതമായ സ്വീകരണമാണ് ഭീഷ്മ പിതാമഹൻ്റെ സാന്നിധ്യത്തിൽ ഹസ്തിനപുരിയിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇവർ5 പേരും കൂടി എനിക്കിനി മക്കളാണ് എന്ന് പറഞ്ഞാണ് വലിയച്ഛൻ ധൃതരാഷ്ട്രർ ഞങ്ങളെ ആശ്വസിപ്പിച്ചതും സ്വീകരിച്ചതും. ഹസ്തിനപുരിയിൽ ഞങ്ങളിങ്ങനെ വളർന്നു വരുന്നതിനിടയിൽ മറ്റൊന്നുകൂടി അവിടെ വളർന്നു വന്നുകൊണ്ടേയിരുന്നു. പക. ദുര്യോധനാദികളുടെ ഉള്ളിൽ, വലിയച്ഛൻ്റെ മക്കളുടെ മനസ്സിൽ ഞങ്ങളോടുള്ള പകയും വളർന്നു വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്നോട്. കാരണം എനിക്ക് അജ്ഞാതമായിരുന്നു. കൗരവരെ മുഴുവൻ കൊന്നൊടുക്കാൻ പിറന്നവനാണ് ഈ വൃഗോദരൻ എന്നാണ് അവർക്കിടയിലുള്ള സംസാരം. ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ പല തവണയും നടന്നു. പിന്നെ പിന്നെ കുത്തുവാക്കുകളായി, ആക്ഷേപങ്ങളായി, അധിക്ഷേപങ്ങളായി. ഞങ്ങളുടെ ജന്മത്തെപ്പറ്റി പോലും ദുര്യോധനൻ ഒരിക്കൽ അധിക്ഷേപിച്ച് സംസാരിച്ചു. ധർമ്മദേവന് യുധിഷ്ഠിരൻ, വായുവിന് ഭീമൻ, ഇന്ദ്രൻ അർജുനൻ. ഇതൊക്കെ ആര് വിശ്വസിക്കാൻ? മക്കളുടെ അച്ഛൻ ആരെന്നറിയാതിരിക്കാൻ വേണ്ടി ഋഷിമാരെ കൊണ്ട് പറയിപ്പിച്ച കഥകൾ. വേറെ നല്ല കഥകളൊന്നും ഉണ്ടാക്കി പറയാമായിരുന്നില്ലേ നിങ്ങളുടെ അമ്മയ്ക്ക്? പ്രമാണകോടിയിൽ ജലോത്സവത്തിൽ മദ്യം നൽകി മയക്കി. പ്രമാണകോടിയിൽ ജലോത്സവത്തിൽ മദ്യം നൽകി മയക്കി. എന്നെ മദ്യം നൽകി മയക്കി. വരിഞ്ഞു കെട്ടി വലിച്ചെറിഞ്ഞു ഗംഗാ നദിയുടെ ആഴത്തിൽ. വരിഞ്ഞു കെട്ടി വലിച്ചെറിഞ്ഞു ഗംഗാ നദിയുടെ ആഴത്തിൽ. ഗംഗാ നദിയുടെ ആഴത്തിൽ. വാരണാവതത്തിൽ ജലോത്സവത്തിനിടയിൽ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ദുര്യോധനനും ദുശാസനും ആ സൂതപുത്രൻ കർണനും കൂടി എന്നെ ഗംഗയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. ഇരുളിൽ ചെളിയിൽ വഴുകുന്ന എന്നെ ആരോ രക്ഷപ്പെടുത്തി. ബോധം വീണ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ നാഗന്മാരുടെ നാട്ടിലായിരുന്നു എന്ന് ബോധ്യമായി. എന്തോ വിശേഷപ്പെട്ട ധാന്യം അരച്ച് തിളപ്പിച്ച ഭക്ഷണം അവരെനിക്ക് കുടിക്കാൻ തന്നു. വിശപ്പ് കൊണ്ടും തണുപ്പ് കൊണ്ടും തളർന്നിരുന്ന ഞാൻ വേണ്ടുവോളം കുടിച്ചു. പിന്നെയും പിന്നെയും കുടിച്ചു. എനിക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നതിൽ നാഗസ്ത്രീകൾ മത്സരിക്കുകയാണോ എന്ന് തോന്നി. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് രസമായി. 3-ാം നാൾ ഞാൻ അവരോടൊപ്പം വേട്ടക്കിറങ്ങി. രാത്രിയിൽ വേട്ടയാടുന്നത് എങ്ങനെയെന്ന് ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. 7-ാം നാൾ ഗോത്രത്തലവനായ നാഗനോട് യാത്ര പറയുമ്പോൾ അയാൾ എന്നെ ഉപദേശിച്ചു. ദയ കാട്ടരുതൊരു
ശത്രുവിനോടും ദയ കാട്ടരുതൊരു ശത്രുവിനോടും ആ ദയയിൽ നിന്നും കരുത്തു നേടി അജയ്യനാകും ശത്രു നിങ്ങൾക്കതീതനാകും ശത്രു അജയ്യനാകും ശത്രു നിങ്ങൾക്കതീതനാകും ശത്രു. ഞങ്ങളുടെ നിയമം അങ്ങനെയാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. മൃഗമാണെങ്കിൽ വിട്ടേക്കാം, മൃഗമാണെങ്കിൽ വിട്ടേക്കാം, പക്ഷേ മനുഷ്യനു നൽകരുതവസരമിനിയും. മൃഗമാണെങ്കിൽ വിട്ടേക്കാം, പക്ഷേ മനുഷ്യനു നൽകരുതവസരമിനിയും. വിശ്വസിക്കുക സ്വന്തം ശക്തിയിൽ ദിവ്യാസ്ത്രങ്ങളേക്കാൾ ഭേദം. വിശ്വസിക്കുക സ്വന്തം ശക്തിയിൽ ദിവ്യാസ്ത്രങ്ങളേക്കാൾ ഭേദം. 8-ാം ദിവസം പുലർച്ചയ്ക്ക് ഞാൻ ഹസ്തിനപുരിയിൽ എത്തുമ്പോൾ ദുര്യോധനൻ വ്യാജകഥകൾ പറഞ്ഞു പരത്തിയിരുന്നു. അർജുനനോടും യുധിഷ്ഠിരനോടും മാത്രം ഞാൻ സത്യം പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ വളർന്നു വരുന്ന വൈരാഗ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടായിരിക്കാം വലിയമ്മ ഗാന്ധാരി പറഞ്ഞത്, നിങ്ങൾ സഹോദരന്മാർ ഒരുമിച്ച് നിന്നാൽ ഹസ്തിനപുരത്തിന് കപ്പം തന്ന് കാൽ വണങ്ങാത്തവർ ഒറ്റ രാജാക്കന്മാരും ഈ ലോകത്തുണ്ടാവില്ല. അതേതെങ്കിലും ആചാര്യന്മാർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ആരും ആരുടെയും ശത്രുവല്ല. അതൊന്നും ഒരാചാര്യന്മാരും പറഞ്ഞു കാണത്തില്ല. ഇനി ആയുധക്കളരിക്ക് പുറത്തു വച്ച് ആരെങ്കിലും തമ്മിൽ പൊരുതിയെന്ന് കേട്ടാൽ ആ നിമിഷം ഞാൻ ഈ ഹസ്തിനപുരം വിടും. കൊല്ലുകയും ജയിക്കുകയും ചെയ്ത് നിങ്ങൾ ആണുങ്ങൾ ആഘോഷിച്ചോളൂ. കുരുവംശത്തിലെ പുരുഷന്മാർ കണ്ണീർ കണ്ടു രസിച്ചവരാ. കുരുവംശത്തിലെ പുരുഷന്മാർ കണ്ണീർ കണ്ടു രസിച്ചവരാ. അന്ധന്മാർക്കും ഷണ്ടന്മാർക്കും ആഹുതി ചെയ്ത നൃപാംഗനകൾ. അന്ധന്മാർക്കും ഷണ്ടന്മാർക്കും ആഹുതി ചെയ്ത നൃപാംഗനകൾ. ആഹുതി ചെയ്ത നൃപാംഗനകൾ. ഹസ്തിനപുരം കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ എവിടെയും വിധവകളായ രാജാങ്കനമാരുടെ നെടുവീർപ്പുകൾ ഇന്നും ഒഴുകി നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ വധുക്കളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എൻ്റെ ദുഃഖം. ഹസ്തിനപുരിയിൽ തേങ്ങി നടക്കുന്നവരുടെ നെടുവീർപ്പുകളിന്നും, അവരുടെ നെടുവീർപ്പുകളിന്നും. ഹസ്തിനപുരിയിൽ തേങ്ങി നടക്കുന്നവരുടെ നെടുവീർപ്പുകളിന്നും, അവരുടെ നെടുവീർപ്പുകളിന്നും. വരുവാനുള്ള വധുക്കളെയോർത്തി വലിയമ്മയ്ക്കു വിഷാദം. വരുവാനുള്ള വധുക്കളെയോർത്തി വലിയമ്മയ്ക്കു വിഷാദം. ഈ ഗാന്ധാരിക്കു വിഷാദം. വലിയമ്മ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ എനിക്ക് പിന്നെയും വർഷങ്ങൾ വേണ്ടി. മഹാപുരുഷൻ എന്ന് പേര് കേട്ടൊരു ബ്രാഹ്മണൻ, ഒരു ധനുർവേദാചാര്യൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നു. ദ്രോണാചാര്യൻ, കൃപാചാര്യരുടെ സഹോദരിയുടെ ഭർത്താവ് ദ്രോണാചാര്യൻ. അർജുനൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി. എനിക്ക് ബാഹുയുദ്ധത്തിലായിരുന്നു താല്പര്യം. ഞങ്ങളെ ശുകാചാര്യൻ്റെയും കൃപാചാര്യൻ്റെയും കീഴിൽ വേദപഠനവും ആയുധപഠനവും ഒക്കെ പുലർത്തിക്കൊണ്ടുവരുന്നതിനിടയിലാണ് ദ്രോണാചാര്യൻ വന്നു ചേർന്നത്. ഈ ആചാര്യന്മാരൊക്കെ പഠിപ്പിച്ചത് അഭ്യസിക്കുവാനുള്ള ദിവസമെത്തി. ഗദായുദ്ധം അത് ഞാനും ദുര്യോധനൻ തമ്മിലായിരുന്നു.
എനിക്കിത് മത്സരയുദ്ധമായിരുന്നില്ല. പകരം വീട്ടാൻ, പ്രതികാരം ചെയ്യുവാൻ എനിക്കായി ഒഴിച്ചിട്ട രംഗവേദിയായിരുന്നു. ദുര്യോധനന്റെ കൈക്കരുത്ത് മനസ്സിലാക്കിയ ഞാൻ ആക്രമിച്ചു കയറി. ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരിച്ചു തെറിയും. പതുക്കെയാണെങ്കിലും അവന്റെ കരബലം, കായിക ശക്തി കുറയുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. പ്രമാണകോടിയിലെ ആഴങ്ങളിലേക്ക് മുങ്ങുന്ന ദുസ്വപ്നം ഇനി മുതൽ ഉണ്ടാവരുത്. ഗത എൻ്റെ കയ്യിൽ തിളയ്ക്കുന്നൊരു വസ്തുവിനെ പോലെ പിടയാൻ തുടങ്ങി. ഇത് പ്രമാണകോടിയുടെ ഓർമ്മയ്ക്ക്. നിർത്തു ഭീമസേന, നിർത്ത്. ദ്രോണരും കൃപരും മുൻപിൽ. ഞാൻ ഗത താഴ്ത്തി. ഇത് യുദ്ധമല്ല, അഭ്യാസ കാഴ്ചയാണ്. കാളക്കൊമ്പിൽ 21 അമ്പുകൾ എയ്ത് തറപ്പിച്ചു അർജുനൻ. അമ്പുകളുടെ വായ്ത്തലകൾ തമ്മിൽ ഉരസ് തീ പൊരിച്ചു തറി. കാണികൾ ആവേശം കൊണ്ട് ഇരമ്പി. അഹങ്കരിച്ചത് മതിപാർത്ഥ. ആ വേദിയിൽ മറ്റൊരാൾ കടന്നു വന്നു. സൂതപുത്രൻ കർണൻ. ആരും അയാളെ പരിചയപ്പെടുത്തിയില്ല. അർജുനൻ എയ്ത് തറച്ച ഓരോ അമ്പുകളും ഒന്നൊന്നായി കർണൻ എയ്ത് മുറിച്ചു. അമ്പുകൾ കൊണ്ട് അയാൾ ഭൂമിയിൽ സ്വസ്തികയുണ്ടാക്കി. അന്തരീക്ഷത്തിൽ അമ്പുകളെ കൊണ്ട് നൃത്തം വെപ്പിച്ചു. ആളുകൾ അത്ഭുതവും ആവേശവും കൊണ്ട് രമ്പി. ദുര്യോധനൻ മണ്ഡപത്തിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കർണ, ഞാനും എൻ്റെ കുരുരാജ്യവും നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. യുധിഷ്ഠിരൻ കോപത്തോടു കൂടി ചോദിച്ചു, ആരാണ് സൂതപുത്രന് മത്സരിക്കാൻ അനുവാദം കൊടുത്തത്? കർണൻ കാണികളോടൊന്നായി ആചാര്യനോട് ചോദിച്ചു, എനിക്ക് അർജുനനോട് ദ്വന്ദ്വ യുദ്ധത്തിനുള്ള അനുവാദം തന്നാലും. രംഗം വഷളാവുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി ആചാര്യനോട് ചോദിച്ചു, ആചാര്യ, കുന്തിയുടെ ഏതെങ്കിലും ഒരു പുത്രൻ മതിയോ എന്ന് ചോദിച്ചു. എനിക്ക് മറ്റൊരു കടം വീട്ടാനുണ്ട്. മത്സരയുദ്ധം അവസാനിപ്പിക്കാൻ വഴി കാണാതെ നിന്ന കൃപാചാര്യൻ ഒരു ന്യായമെന്നോണം പറഞ്ഞു, അർജുനൻ കുന്തിയുടെ ഇളയ പുത്രൻ, പാണ്ഡുവിന്റെ മകൻ. ക്ഷത്രിയകുമാരന്മാർ സമാനമായ കുലാചാരങ്ങളോടുള്ളവരും മാത്രമേ യുദ്ധം ചെയ്യൂ. മത്സര യുദ്ധത്തിനു മുമ്പ് കുലവും പൈതൃകവും വ്യക്തമാക്കണം. കർണന്റെ കണ്ണുകളിൽ നിന്നും തീയാളിപ്പടർന്നു കൃപാചാര്യയുടെ നേർക്ക്. ദുര്യോധനൻ വീണ്ടും ചോദിച്ചു, വീരന്മാരുടെ കുലം നോക്കേണ്ടതില്ലെന്നും ന്യായമില്ലേ ആചാര്യൻ? അയാൾ പ്രഖ്യാപിക്കുന്നു, കർണൻ ഈ നിമിഷം മുതൽ രാജാവാണ്. എനിക്ക് പൈതൃകമായി കിട്ടിയ അംഗരാജ്യം ഞാനിതാ കർണന് ദാനം ചെയ്യുന്നു. അംഗരാജ്യത്തിലെ മഹാരാജാവേ, നിങ്ങൾക്കെൻ്റെ നിതാന്ത സൗഹൃദം. സദസ്സിൽ നിന്ന് ഒരു പരിഹാസ ചിരി ഉയർന്നു. അഴിഞ്ഞു വീഴാറായ വസ്ത്രം വാരിപ്പിടിച്ച് വിയർപ്പിൽ കുളിച്ചു കൊണ്ടുവരുന്നു ഒരു വൃദ്ധൻ. അയാൾ വിളിച്ചു ചോദിക്കുന്നു, എവിടെ എവിടെ എൻ്റെ കർണൻ? എവിടെ എൻ്റെ കർണൻ? കർണന്റെ ശിരസ് കുനിഞ്ഞു. സൂതൻ അതിരഥന്റെ കൈകളിൽ കർണൻ തളർന്നു നിൽക്കുന്നു. എനിക്ക് ശത്രുവിനോട് സഹതാപം തോന്നി. എങ്കിലും ഗോത്രത്തലവനായ നാഗൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ചെവിയിൽ കേട്ടു. ദയ കാട്ടരുത് ഒരു ശത്രുവിനോടും. ഞാൻ ഇറങ്ങി. ഞാൻ ഏത് മ്ലേച്ഛനോടും യുദ്ധം ചെയ്യും. ഞാൻ മതിയെങ്കിൽ സമ്മതം. ദുര്യോധനൻ എൻ്റെ നേരെ വിരൽ ചൂണ്ടി കയർത്തു. ഭീമ, കർണന്റെ മുഖത്ത് നോക്കി നിനക്ക് ഉറപ്പിച്ചു പറയാമോ, സൂതന് പിറന്നതാണ് ഈ തേജസ്വി എന്ന്? സൂര്യന്മാരുടെയും നദികളുടെയും ഉത്ഭവം ആരും അന്വേഷിക്കാറില്ല. ഷണ്ഡൻ പാണ്ഡുവിന് മക്കളുണ്ടായ രഹസ്യവും മാലോകർ അന്വേഷിക്കാറില്ല. അവന്റെ ഇടത്തെ 6ാം വാരി നോക്കി ഉയർന്ന എൻ്റെ കൈ തടഞ്ഞ ദ്രോണപുത്രൻ അശ്വത്ഥാമാവിനെ ഞാൻ ശപിച്ചു. വെട്ടം മങ്ങിയത് കണ്ട് മത്സരയുദ്ധം അവസാനിപ്പിച്ചതായി ദ്രോണാചാര്യ പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ ആരും തോറ്റില്ല, ആരും ജയിച്ചതുമില്ല. സഹദേവൻ ഓടി വന്ന് പറഞ്ഞു, ജ്യേഷ്ഠ, അമ്മ മോഹാലസ്യപ്പെട്ടു വീണുപോയി. ധൃതരാഷ്ട്രന്റെ അഭീഷ്ടം മാനിച്ച് ഉത്സവത്തിന് പോയി. ധൃതരാഷ്ട്രന്റെ അഭീഷ്ടം മാനിച്ച്
വഹിച്ചുത്സവത്തിന് പോയി. വാരണാവതത്തിൽ വഴി കാണിക്കാൻ പുരോചനൻ, വാരണാവതത്തിൽ വഴി കാണിക്കാൻ പുരോചനൻ, വലിയച്ഛൻ്റെ വിശ്വസ്തൻ, വലിയച്ഛൻ്റെ വിശ്വസ്തൻ. വാരണാവതത്തിലെ ഉത്സവം കാണിക്കാൻ വലിയച്ഛനും സജീവന്മാർക്കും പാണ്ഡുവിൻ്റെ മക്കളോട് ഇത്രയും സ്നേഹം തോന്നേണ്ടതുണ്ടോ? ഇതിലെന്തോ അപകടം പതിയിരിപ്പുണ്ട്. അമ്മ പറഞ്ഞതാണ് ശരി, ഇതൊരു തരം നാടുകടത്തലാണ്. വാരണാവതത്തിൽ ഞങ്ങൾക്ക് താമസിക്കുവാൻ പുതിയതായി പണിത അതിഥി മന്ദിരത്തിൻ്റെ മരച്ചുമരികളിൽ വിരലോടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഇവിടെ തീയാണ് ശത്രു. തീയിൽ ചുട്ട് കരിക്കാൻ തക്കവിധം നിർമ്മിച്ചതാണ് ഈ ഗൃഹം. താമസിക്കാൻ അതിഥി മന്ദിരമൊന്നു പണിഞ്ഞിട്ടുണ്ടവിടെ, താമസിക്കാൻ അതിഥി മന്ദിരമൊന്നു പണിഞ്ഞിട്ടുണ്ടവിടെ. കോലരക്കും നെയ്യും കൊണ്ട് തീയിൽ ചുട്ടുകരിക്കാനായി, കോലരക്കും നെയ്യും കൊണ്ട് തീയിൽ ചുട്ടുകരിക്കാനായി, ഞങ്ങളെ തീയിൽ ചുട്ടുകരിക്കാനായി. വഞ്ചനയുടെ വ്യാപ്തി മനസ്സിലായപ്പോ എന്റെ രക്തം തിളച്ചു. വിതുരർ, ഇളയച്ചൻ വിതുരരുടെ ദൂതന്മാരാണ് ഞങ്ങളടുത്ത് വിവരമെല്ലാം പറഞ്ഞത്. ബലി കഴിഞ്ഞ് ദാനങ്ങൾ വാങ്ങി ബ്രാഹ്മണരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഒരു കാട്ടാളത്തെയും 5 മക്കളും ഭിക്ഷ തേടി വന്നു. അവർക്ക് ആവശ്യം പോലെ ഭക്ഷണം കൊടുത്തു, വേണ്ടുവോളം മദ്യവും. ഭിക്ഷ തേടി വന്ന ബലിമൃഗങ്ങൾ. ഇന്നവർ നിശബ്ദരാകാൻ പോകുന്നു, ശരിക്കും നിശബ്ദരാകാൻ പോകുന്നു. രാത്രിയിൽ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളും ആയുധങ്ങളും എടുത്ത് അമ്മയോടൊപ്പം അരക്കില്ലത്തിന് തീ കൊടുത്ത് ഞങ്ങളൊരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു. വാരണാവതത്തിൽ ഞങ്ങളെ ഇല്ലാതാക്കാൻ നിർമ്മിച്ച അരക്കില്ലത്തിൽപ്പെട്ട് പുരോചനൻ വെന്തിരിഞ്ഞു. തുരങ്കത്തിലൂടെയുള്ള യാത്ര, വരണ്ട കാട്ടിലൂടെയുള്ള യാത്ര അതിദുർഘടമായിരുന്നു. ദാഹിച്ചു വലഞ്ഞവർക്ക് കുടിനീര് തേടി ഞാൻ നടന്നു. ആമ്പലിലയുടെ ആകൃതിയിൽ തെളിനീര് നിറഞ്ഞു കിടക്കുന്ന ഒരു തടാകം ഞാൻ കണ്ടു. പക്ഷേ എങ്ങനെ വെള്ളമെടുത്തുകൊണ്ട് പോകും എന്നാലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പൊന്തക്കാട്ടിൽ നിന്നൊരു ചിരി കേട്ടു, ഒരടക്കി പിടിച്ച ചിരി. ഞാൻ നോക്കുമ്പോൾ മാന്തോൽ കൊണ്ടര മാത്രം മറച്ച കാട്ടാളത്തെ, മാന്തോൽ കൊണ്ടര മാത്രം മറച്ച ഭയമറ്റൊരു കാട്ടാളത്തെ, പുലിനഖമുണ്ടു കഴുത്തിൽ, കയ്യിൽ പന്നിത്തേറ്റകൾ കടഞ്ഞ കടകങ്ങൾ, പുലിനഖമുണ്ടു കഴുത്തിൽ, കയ്യിൽ പന്നിത്തേറ്റകൾ കടഞ്ഞ കടകങ്ങൾ, മാന്തോൽ കൊണ്ടര മാത്രം മറച്ച ഭയമറ്റൊരു കാട്ടാളത്തെ. നടക്കുമ്പോൾ കണങ്കാലിൽ എവിടെയോ നിന്ന് ചുള്ളിക്കമ്പുകൾ ഒടിയുന്നത് പോലുള്ള ശബ്ദം. വാരി വലിച്ചു കെട്ടിയ മുടിയിൽ ഏതോ ദുർഗന്ധമുള്ള മൃഗക്കൊഴുപ്പിന്റെ സുഖമില്ലാത്ത സുഗന്ധം. കൊമ്പനാനതൻ മതപിണ്ഡം പോൽ തെറിച്ചു നിൽക്കും മുലകൾ, കൊമ്പനാനതൻ മതപിണ്ഡം പോൽ തെറിച്ചു നിൽക്കും മുലകൾ, കരിമരക്കാതലിൽ നിറമുണ്ടവളൻ അടുത്തു നിന്നാൽ എന്നോളം, കരിമരക്കാതലിൽ നിറമുണ്ടവളൻ അടുത്തു നിന്നാൽ എന്നോളം, മാന്തോൽ കൊണ്ടര മാത്രം മറച്ച ഭയമറ്റൊരു കാട്ടാളത്തെ. അവിടെ നിൽക്കൂ എന്ന് എന്നോട് ആംഗ്യം കാണിച്ചിട്ട് അവൾ എങ്ങോട്ടോ മറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ ഇലകളും കൊണ്ടാണ് അവൾ വന്നത്. കാരമുള്ളുകൾ കൊണ്ട് ആ ഇലകൾ തുന്നിക്കൂട്ടി അവൾ ഉണ്ടാക്കി തന്ന പാത്രത്തിൽ വെള്ളവും എടുത്തുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ അവൾ പിന്നാലെ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ കണ്ടില്ല. ഇതാ യുധിഷ്ഠിരൻ കരിയിലകളിൽ തളർന്നു വീണ് കിടന്നുറങ്ങുന്നു.
മാഗധ മുതൽ വിദർഭ വരെയും ബഹ്ലീഹം വരെയും ഭരിക്കുമെന്ന് ശതശൃംഗത്തിലെ ഋഷിമാർ പ്രവചിച്ച യുധിഷ്ഠിരൻ കരിയിലകളിൽ തളർന്നു വീണ് കിടക്കുന്നു. 18 ദാസിമാരുടെ പരിചരണങ്ങൾ ഏറ്റുവളർന്ന അമ്മ വെറും മണ്ണിൽ തലകുനിച്ചിരിക്കുന്നു. ഞാൻ ആകെ അസ്വസ്ഥനായി. എവിടെ നിന്നോ കാട്ടുകന്നികളും ചെത്തിയ വലിയ മുളന്തണ്ടിൽ തേനുമായി ആ കാട്ടാളത്തി വീണ്ടും ഞങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് വന്നു ചേർന്നു. അമ്മ അത്ഭുതപ്പെട്ടു. നീ ആരാണ്? എന്താ നിന്റെ പേര്? ഹിഡുംബി. നിനക്ക് ആരൊക്കെ ഉണ്ട്? മിക്കപ്പോഴും തനിച്ചാണ്. ഒരു സഹോദരനുണ്ട്, അയാൾ വല്ലപ്പോഴുമേ വീട്ടിൽ വരാറുള്ളൂ. നിന്റെ വീട് എവിടെയാണ്? അവൾ കാട്ടിലേക്ക് വിരൽ ചൂണ്ടി. പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവൾ കാട്ടിലേക്ക് നടന്നു. കാട്ടിൽ മൃഗങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അറിയുവാനുള്ള കൗതുകത്തോടുകൂടി ഞാനും കാട്ടിലേക്ക് നടന്നു. കാട്ടിൽ കാറ്റത്തടർന്നു വീണ ഒരു പലാശ പൂങ്കുലയെടുത്ത് ചവച്ചുകൊണ്ട് നിൽക്കുന്നു ഹിഡുംബി. നീല നിറമുള്ള ചുണ്ടുകളിൽ ഇപ്പൊ ചുവന്ന നനവ് പകർന്നു. കൈ പിടിച്ചടിപ്പിച്ചപ്പോ കരിനാഗം പോലെ അവൾ എന്നെ ചുറ്റിപ്പിണഞ്ഞു. അഴിഞ്ഞ മൃഗക്കൊഴുപ്പിന്റെ ഗന്ധമുള്ള ആ മുടി അഴിഞ്ഞ് എന്റെ മുഖമാകെ ഇരുട്ടിലാഴ്ത്തി. കൊമ്പനാനതൻ മതപിണ്ഡം പോൽ തെറിച്ചു നിൽക്കും മുലകൾ. കൊമ്പനാനതൻ മതപിണ്ഡം പോൽ തെറിച്ചു നിൽക്കും മുലകൾ. കരിമരക്കാതലിൽ നിറമുണ്ടവളൻ അടുത്തു നിന്നാൽ എന്നോളം. കരിമരക്കാതലിൽ നിറമുണ്ടവളൻ അടുത്തു നിന്നാൽ എന്നോളം. മാന്തോൽ കൊണ്ടര മാത്രം മറച്ച ഭയമറ്റൊരു കാട്ടാളത്തെ. കാടിരുളുന്നത് വരെ അവളോടൊപ്പം ഞാൻ കാട്ടിൽ അലഞ്ഞു നടന്നു. പിറ്റേന്ന് നേരം എടുത്തപ്പോ ഞാൻ ഉണർന്നപ്പോൾ ഒരുപാട് വൈകിപ്പോയി. അപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. കൂടെ കൊണ്ടുവന്ന ധാന്യങ്ങളും ദാനധർമ്മങ്ങൾക്കുള്ള തുകൽ സഞ്ചികളും പൂജാതി കർമ്മങ്ങൾക്കുള്ള സ്വർണ്ണപാത്രങ്ങളും എല്ലാം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, കാട്ടാളത്തിയാണ് എടുത്തതെന്ന്. ഞാൻ താവളത്തിന് പുറത്തിറങ്ങി ചുറ്റും സഞ്ചരിച്ചു. നടന്ന് തടാകത്തിനടുത്തെത്തിയപ്പോൾ, പൊയ്കയുടെ അടുത്തെത്തിയപ്പോൾ തെച്ചിക്കാട് പെറുപെറുത്ത്, അരുത്, ആപത്തുണ്ട്. തലമുടിക്ക് പിടിച്ച് ഞാൻ പുറത്തിട്ടപ്പോ നിന്ന് വിറയ്ക്കുന്നു ഹിഡുംബി. നിനക്ക് ഞങ്ങളുടെ സ്വർണം വേണോ? ധാന്യം വേണോ? ആരാണ് ഞങ്ങളെ കൊള്ളയടിച്ചത്? ഓടിയെടുത്തൊരു കാട്ടാളൻ കരിമ്പന പോലെ എൻ്റെ മുന്നിൽ നിന്നു. ഒടിച്ചെടുത്തൊരു കൂറ്റൻ മരച്ചില്ലുണ്ട് അവൻ്റെ കയ്യിൽ. അതുകൊണ്ടുള്ള ആദ്യത്തെ ആഞ്ഞു വീശിയുള്ള അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ ശരവേഗം കൊണ്ട് മാത്രമാണ്. രണ്ടാമതൊന്നിനിട കിട്ടും മുമ്പ് ഞാൻ അവൻ്റെ ദേഹത്തേക്ക് ചാടി വീണു. കൈമുഷ്ടി വാരിയെല്ലിൽ ആഴ്ന്നിറങ്ങും വിധമാ ഞാൻ അടിച്ചു. അവൻ കരുത്തനാണ്. അവനോളം ശരീരശക്തിയിൽ അവനേക്കാൾ ഒട്ടും കുറവില്ല എനിക്ക് എന്നെനിക്ക് ബോധ്യമായ ആദ്യത്തെ യുദ്ധം. ഇവിടെ പഠിച്ച യുദ്ധപാഠങ്ങൾക്കൊന്നും സ്ഥാനമില്ല, പ്രസക്തിയില്ല. പിന്നിൽ നിന്നും ചാടി വീട് ഞാൻ അവൻ്റെ കഴുത്തിൽ തുടരെ തുടരെ അടിച്ചപ്പോ അവൻ നിലം പതിച്ചു. അന്തം വിട്ടു നിൽക്കുന്ന ഹിഡുംബിയോട് ഞാൻ ചോദിച്ചു, ആരാണിവൻ? എൻ്റെ സഹോദരൻ ഹിഡുംബൻ. മഹാദുഷ്ടനായിരുന്നു. എങ്കിലും അയാൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തമായിട്ട് രക്തബന്ധത്തിൽ. ഹിഡുംബിയെ ഞാൻ എൻ്റെ മാറോട് ചേർത്തമർത്തി. നിനക്ക് ഞാനുണ്ട്. ഹിഡുംബിയെ ഞാൻ അമ്മയുടെ മുമ്പിൽ നിർത്തി പറഞ്ഞു, അമ്മേ, ഇവൾ ഇന്ന് മുതൽ അമ്മയുടെ ദാസിയാണ്, എൻ്റെ വധുവും. അമ്മ അവിടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഇളയച്ചൻ വിതുരരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഏകചക്രയിലേക്ക് താമസം മാറുന്നു. അമ്മ പറഞ്ഞു, ഏകചക്രയിൽ നമ്മൾ ബ്രാഹ്മണരെ പോലെ കഴിയേണ്ടവരാണ്. അവിടെ നമ്മളോടൊപ്പം ഹിഡുംബി വരുന്നത് ശരിയല്ല. എന്തോ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടിരുന്ന ഹിഡുംബി അത് കേട്ട് അത് നിർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ സഹദേവനോട് പറഞ്ഞു, അവൾ ഗർഭിണിയാണ്. അതറിയാവുന്ന അമ്മ
അവളെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നിനക്ക് സൽപുത്രനുണ്ടാവട്ടെ. അവൻ വളർന്നു വലുതാകുമ്പോൾ എന്നെ കാണാനയക്കണം. അവനായിരിക്കും എൻ്റെ 5 മക്കൾക്കും മൂത്ത പുത്രൻ, ആദ്യത്തെ പുത്രൻ. എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന ഹിഡുംബിയെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തലമുടിയിൽ ചുണ്ടുകൾ അമർത്തി. അവളോട് വിട പറയുവാൻ വാക്കുകളില്ലാതെ, അവളുടെ കണ്ണുകളെ നേരിടാനാകാതെ ഞാൻ തിരിഞ്ഞു നിന്നു. ഇല്ല ഹിഡുംബി, മറക്കില്ല നിന്നെ, നിന്നിൽ പിറക്കുവൻ പുത്രനെയും. ഇല്ല ഹിഡുംബി, മറക്കില്ല നിന്നെ, നിന്നിൽ പിറക്കുവൻ പുത്രനെയും. വിലയേറുമൊന്നും അടയാളമായി തരുവാനില്ലെത്ര ദരിദ്രൻ ഞാനും. വിലയേറുമൊന്നും അടയാളമായി തരുവാനില്ലെത്ര ദരിദ്രൻ ഞാനും. ഇല്ല ഹിഡുംബി, മറക്കില്ല നിന്നെ, നിന്നിൽ പിറക്കുവൻ പുത്രനെയും. ഏകചക്രയിൽ ബ്രാഹ്മണ ഗൃഹത്തിന്റെ പകുതിയിൽ താമസിച്ച് ബ്രാഹ്മണരെ പോലെ ഭിക്ഷാടനം നടത്തി കഴിയാൻ തുടങ്ങിയതിൻ്റെ അടുത്ത ദിവസമാണ് വേത്രകിയൻ രാജാവിൻ്റെ പുരുഷമേധത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നു. 40 ദിവസം നീണ്ടു നിൽക്കുന്ന പുരുഷമേധത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഷണ്ഡൻ, ചൂതാട്ടക്കാരൻ, കൊലയാളി, എല്ലാ പുരുഷന്മാരും ബലി കഴിക്കപ്പെടുന്നു. ഇയാൾക്ക് ബലിപുരുഷന്മാരെ എത്തിച്ചു കൊടുക്കുന്ന നിഷാദനാണ് ബഗൻ. അമ്മയും അച്ഛനും മകളും കൊച്ചുകുട്ടിയും അടങ്ങുന്ന കുടുംബത്തിൽ തർക്കം നടക്കുന്നു. അന്ന് ഒരു ബ്രാഹ്മണ പ്രജയെ ആ വീട്ടിൽ നയിച്ചു കൊടുക്കണമെന്ന് ബഗൻ്റെ ദൂതന്മാർ അറിയിച്ചിരിക്കുന്നു. ബഹളം കേട്ടുകൊണ്ടാണ് അമ്മ ചെന്നത്. അമ്മ പറഞ്ഞു, ഒരാളെ അയച്ചാൽ മതിയെങ്കിൽ അതിശക്തനായൊരു മകനുണ്ട് എനിക്ക്, അവൻ പോകും. ശക്തി അതെനിക്ക് എൻ്റെ അനുഗ്രഹമാണ്, പക്ഷേ പലപ്പോഴും അതാണ് എൻ്റെ ദൗർബല്യവും. യുദ്ധസന്നദ്ധനായി കൈവീശി നിൽക്കുന്ന ബഗൻ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന സമയം കൊണ്ട് തിളച്ച എണ്ണയും ചെമ്പ് കിടാരവും ദേഹത്തു വന്ന് പതിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. മാത്രമല്ല, അവന്റെ ശരീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെലിഞ്ഞ കണങ്കാലി ഞാൻ ആഞ്ഞു ചവിട്ടുമെന്നും അവൻ കരുതിയില്ല. വീണ് കിടക്കുന്ന മാംസപർവ്വതത്തിന് മുകളിൽ ഞാൻ ചവിട്ടി മെതിച്ചു. കാൽമുട്ട് സുഷുമ്നയിൽ ചേർത്ത് തുകൽവാറ് ഉപയോഗിച്ച് അരക്കെട്ട് മേലോട്ട് ഉയർത്തി കാൽമുട്ട് കഴുത്തിലേക്ക് മാറ്റി വലം കൈ കൊണ്ട് അതിശക്തമായ അവന്റെ തല പിടിച്ച് മേലോട്ട് വളച്ചപ്പോ അവന്റെ പിടച്ചിൽ കഴിഞ്ഞു. അന്തം വിട്ടു നിൽക്കുന്ന അനുയായികളോട് ഞാൻ പറഞ്ഞു, ശവം ദൂരെയെങ്ങാനും മാറ്റിയിടണം. ഏകചക്രയിൽ ഇനി കണ്ടുപോകരുത് നിങ്ങൾ. ഒരു വ്യായാമം കഴിഞ്ഞ ലാഘവത്തോടെ ഞാൻ തിരിച്ചു നടന്നു. നളിനതലത്തിൻ സുഗന്ധവും കൃഷ്ണവർണ്ണമയ്യഴകും, നളിനതലത്തിൻ സുഗന്ധവും കൃഷ്ണവർണ്ണമയ്യഴകും, യാഗാഗ്നിയിൽ നിന്നുയർന്ന തേജസ് കന്യകയായി ദ്രുപദ കന്യകയായി, യാഗാഗ്നിയിൽ നിന്നുയർന്ന തേജസ് കന്യകയായി ദ്രുപദ കന്യകയായി. ദ്രുപദ മഹാരാജാവിൻ്റെ മകൾ ദ്രൗപദിയുടെ സ്വയംവരം. ധൃഷ്ടദ്യുമ്നൻ്റെയും ശിഖണ്ഡിയുടെയും സഹോദരി പാഞ്ചാലിയുടെ സ്വയംവരം. ആയുധ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു യോദ്ധാവിന് മാത്രമേ തൻ്റെ മകളെ വിൽക്കാൻ കഴിയൂ എന്ന് ദ്രുപദൻ്റെ നിശ്ചയം. അമ്മ പറഞ്ഞു, നിങ്ങൾ പോയി പങ്കെടുക്കണം, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നേടിയാൽ. അമ്മയുടെ വാക്കുകളിൽ ദൃഢതയുണ്ടായിരുന്നു. താമരപ്പൂവിൻ്റെ സുഗന്ധമുള്ള ദ്രൗപദി അതിസുന്ദരിയാണത്രേ. നളിനതലത്തിൻ സുഗന്ധം കൃഷ്ണവർണ്ണമയ്യഴകും, നളിനതലത്തിൻ സുഗന്ധവും
യാഗാഗ്നിയിൽ നിന്നുയർന്ന തേജസ് കന്യകയായി ധ്രുപദ കന്യകയായി. യാഗാഗ്നിയിൽ നിന്നുയർന്ന തേജസ് കന്യകയായി ധ്രുപദ കന്യകയായി. ഞങ്ങൾ ബ്രാഹ്മണ സംഘത്തോടൊപ്പം ഇരുന്നു. ഓരോരുത്തരായി പരീക്ഷിക്കാൻ വന്നു. ദൃഷ്ടത്തിന് മുന്നോട്ട് വന്ന് അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തു. ഈ നാട്ടിയിരിക്കുന്ന സ്തംഭത്തിൻ്റെ മുകളിൽ തിരിയുന്ന യന്ത്രക്കൂട്ടിൽ, ആ യന്ത്രക്കൂട്ടിലെ മരക്കിളിയെ ഇത് വീഴ്ത്തണം. അതിനു മുമ്പ് ഈ മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന മഹാചാപം കുലച്ചിട്ട് വേണം വില്ലാളി അമ്പയ്യാൻ. ഓരോരുത്തരായിട്ട് വരുന്നു, പരീക്ഷിക്കുന്നു, പരാജയപ്പെടുന്നു, പിൻവാങ്ങുന്നു. പിന്നീട് വന്നത് കർണനായിരുന്നു. അയാൾ വില്ല് കുലയ്ക്കുക തന്നെ ചെയ്തു. അയാളുടെ ആ കൂസലില്ലാത്ത ഭാവം എന്നിൽ ബഹുമാനം വളർത്തി. അയാൾ ലക്ഷ്യം കാണുമെന്ന് ഉറപ്പായപ്പോ ദൃഷ്ടദ്യുമ്നൻ ഇടപെട്ടു. നിൽക്കട്ടെ, ഇത് ക്ഷത്രിയർക്കുള്ള മത്സരമാണ്. എന്തായാലും എൻ്റെ സഹോദരി കുലത്തിൽ താണവനെ സ്വീകരിക്കാൻ പോകുന്നില്ല. ഗ്രീഷ്മത്തിലെ കാട്ടുതീ പോലെ കർണന്റെ കണ്ണുകളിൽ നിന്ന് കാട്ടുതീ ആളിപ്പടർന്നു. കുലച്ച വില്ലിന്റെ പോലെ വിറങ്ങലിച്ചു നിന്ന കർണന്റെ ശരീരം ഉലഞ്ഞു ചുളുങ്ങുന്നത് ഞാൻ കണ്ടു. എനിക്ക് ശത്രുവിനോട് സഹതാപം തോന്നുന്നത് ഇത് രണ്ടാമത്തെ സന്ദർഭം. ശിരസ് കുനിച്ച് കർണൻ നേരെ നടന്നത് പുറം വാതിലേക്കായിരുന്നു. മാഗധന്മാർ വിളിച്ചു പറയുന്നു, രാജാക്കന്മാരെല്ലാം വിശ്രമിക്കുകയാണെങ്കിൽ ഇനി ബ്രാഹ്മണരുടെ അവസരമായിരിക്കുന്നു. ബ്രാഹ്മണരിൽ നിന്നാരും വരുമെന്നൊന്നും കരുതിയിട്ടല്ല മാഗധർ അങ്ങനെ പറഞ്ഞത്. ബ്രാഹ്മണർക്കിടയിൽ ഞങ്ങളിൽ നിന്ന് അർജുനൻ എഴുന്നേറ്റു. ഏതോ വിഡ്ഢിയായ ബ്രാഹ്മണ യുവാവെന്ന് കാഴ്ചക്കാർ കരുതിയിരിക്കും. അർജുനൻ വില്ല് കുലയ്ക്കാൻ കർണനേക്കാൾ പ്രയാസപ്പെട്ടു എന്ന് തോന്നുന്നു. ഒടുവിൽ അവൻ്റെ ഇടം കൈയിലും ചുമലിലുമായി ചാപം പിടയാതെ നിന്നപ്പോൾ എനിക്കാവേശമായി. അർജുനൻ കണക്ക് കൂട്ടുകയാണ്. അയാൾ ലക്ഷ്യം കണ്ടു. ഇപ്പൊ സദസ്സിൽ വേദിയിൽ നടുക്കവും നിശബ്ദതയും മാത്രം. അർജുനൻ ശിരസ് കുനിച്ചു. ദ്രൗപദി പിതാവിൻ്റെയും സഹോദരൻ്റെയും സാന്നിധ്യത്തിൽ അർജുനന്റെ ശിരസിൽ ഹാരമണിയിച്ചു. പിന്നെയാണ് ബഹളം പൊട്ടി പുറപ്പെട്ടത്. വാക്കുകളും വാക്കുതർക്കങ്ങളും. ക്ഷത്രിയന്മാർക്കാണ് മത്സരമെങ്കിൽ പിന്നെ എന്തിന് ബ്രാഹ്മണർ പങ്കെടുത്തു? കുറെ ആളുകൾ, ഒരു കൂട്ടം ആളുകൾ അർജുനന് നേരെ പാഞ്ഞടുക്കുന്നത് കണ്ട് തോരണം കെട്ടാൻ വെച്ചൊരു വലിയ നീണ്ട കാൽ ഞാൻ വലിച്ചെടുത്തു. ഇവിടെ ഇത് യുദ്ധമല്ല, കലാപമാണ്. ഇതാണ് ഇവിടെ പറ്റിയ ആയുധം. ജയിച്ചവനെ സ്വീകരിക്കാൻ, വിജയിച്ചവനെ അംഗീകരിക്കാൻ വയ്യാത്തവർ ആദ്യം എന്നോട് സംസാരിക്കട്ടെ. ആരെയും കണ്ടില്ല, ചോദിച്ചവരാരെയും കണ്ടില്ല. എല്ലാവരും പിൻവാങ്ങി. ഞാൻ ദ്രൗപദിയെ നോക്കി. പാവം പേടിച്ച് വരണ്ടു നിൽക്കുകയായിരിക്കാമെന്ന് കരുതിയത് എൻ്റെ തെറ്റ്. കലാപം കത്തിപ്പടർന്നത് കണ്ട് ആസ്വദിച്ച് മതിയായില്ലെന്ന് തോന്നും മറപിടിച്ച ആ മന്ദഹാസം കണ്ടാൽ. പ്രഭാത കിരണങ്ങൾ തൊട്ടുണർത്തിയ ഇന്ദീവരസുമസുന്ദരി, പ്രഭാത കിരണങ്ങൾ തൊട്ടുണർത്തിയ ഇന്ദീവരസുമസുന്ദരി, ഇമകൾ അഞ്ജന ശലാകകൾ ഇന്ദ്രനീല കണ്ണുകളും, ഇമകൾ അഞ്ജന ശലാകകൾ ഇന്ദ്രനീല കണ്ണുകളും, നളിനതലത്തിൻ സുഗന്ധവും കൃഷ്ണവർണ്ണമയ്യഴകും. കുശവക്കുടിലിനടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മയെ ഒന്ന് അത്ഭുതപ്പെടുത്താം. അടഞ്ഞു കിടന്ന വാതിൽ ഞാൻ മുട്ടി വിളിച്ചു, അമ്മേ ഇന്ന് കിട്ടിയ ഭിക്ഷ കാണണ്ടേ? അകത്ത് നിന്നുകൊണ്ട് അമ്മ വിളിച്ചു പറയുന്നു, എല്ലാവരും കൂടെ പങ്കിട്ട് അനുഭവിച്ചോളൂ, എല്ലാവരും കൂടി പങ്കിട്ട് അനുഭവിച്ചോളൂ. വാതിൽ തുറന്നു വന്ന അമ്മയുടെ മുഖത്ത് വിസ്മയം കലർന്ന ചിരി. ഇതാണമ്മേ ഭിക്ഷ. ദ്രുപദ രാജാവിൻ്റെ മകൾ ദ്രൗപദി, അർജുനൻ ധനുർബലം കൊണ്ട് നേടിയെടുത്ത വധു. ദ്രൗപദി അമ്മയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അമ്മ അവളെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി. അതുവരെ ചിന്താമഗ്നനായിരുന്ന യുധിഷ്ഠിരൻ പറയുന്നു, അമ്മ എന്താ അബദ്ധമാ പറഞ്ഞത്?
വെറും വാക്കാണെങ്കിലും മാതൃശാസനം തന്നെ തെറ്റി നടന്നുകൂടരുതെന്നാണ് വിധി, ധർമ്മം. അത് കേട്ടുകൊണ്ടാണ് ദ്രൗപദി പുറത്തേക്ക് വന്നത്. എന്തോ പറഞ്ഞ് ചിരിച്ച് രസിച്ചു വന്ന ദ്രൗപദിയുടെ മുഖത്തിപ്പോ ഒരു വർഷമേഘം ഉയർന്നു. ആഘോഷിക്കേണ്ട വേള വിറങ്ങലിച്ചു നിന്നു. ഒരു ധർമ്മനീതി അർജുനന് അവകാശപ്പെട്ടതാണ് ദ്രൗപദി. ജ്യേഷ്ഠന് വേണമെങ്കിൽ പങ്കുചേരാം, എന്നെ വിട്ടേക്കൂ. എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാട്ടിൽ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ കുരുവംശക്കാരുടെ കൂടെ കൂട്ടാൻ യോഗ്യതയില്ലാത്തവളാണെങ്കിലും എനിക്കവൾ മതി. കൗമാര കൗതൂഹലം വിട്ടുമാറാത്ത ദ്രൗപദിയുടെ കണ്ണുകൾ ആ ദ്രൗപദിയെ പങ്കിട്ട് അനുഭവിക്കണം അത്രേ. അത് വേണം. ഹസ്തിനപുരിയിൽ അവകാശം സ്ഥാപിക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മ പറയുന്നു, നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ പിണങ്ങി പിരിയാതെ ഒരു ശക്തിയാകണമെങ്കിൽ നീ ഈ പുച്ഛിച്ച് സംസാരിക്കുന്ന ഈ ബഹുഭർത്തൃത്വം ആവശ്യമാണ്. ദ്രൗപദിയുടെ കണ്ണുകളിൽ നോക്കി ദ്രൗപദിയെ നോക്കിയ കണ്ണുകളിലൊക്കെ കാമമുണ്ടായിരുന്നു. കൗമാരം വിട്ടുമാറാത്ത സഹദേവനിലടക്കം ഞാനത് കണ്ടതാണ്. ഒരു സ്ത്രീയായി എനിക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. രണ്ടാമൂഴത്തിൽ ദ്രൗപദിയെ പ്രാപിക്കണമെന്ന് നിനക്കും തോന്നിയില്ലേ? എൻ്റെ മുഖത്ത് നോക്കി സത്യം പറ. ഭിക്ഷ ദ്രൗപദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ദ ഞാൻ പറഞ്ഞത്. ഞാൻ അമ്മയുടെ കണ്ണുകളെ നോക്കാൻ ഭയപ്പെട്ടു. എൻ്റെ കണ്ണുകളിലും കാമത്തിൻ്റെ നാളങ്ങൾ അമ്മ കണ്ടുപോകും. കാത്തിരുന്നൊരു കാർത്തിക പൗർണമി, കാമമുണർത്തിയ പുതുരാത്രി. കാത്തിരുന്നൊരു കാർത്തിക പൗർണമി, കാമമുണർത്തിയ പുതുരാത്രി. മനസ്സിലും മെയ്യിലും മധുരമണിയും മദഭര പുഷ്പ വസന്തരാത്രി. മനസ്സിലും മെയ്യിലും മധുരമണിയും മദഭര പുഷ്പ വസന്തരാത്രി. കാത്തിരുന്നൊരു കാർത്തിക പൗർണമി, കാമമുണർത്തി പുതുരാത്രി. പാഞ്ചാലിയെ സ്വയംവരം ചെയ്തോടുകൂടി അരക്കില്ലത്തിൽപ്പെട്ട് വെന്തു മരിച്ചവരെന്ന് കരുതിയിരുന്ന പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നുവെന്ന് നാട് മുഴുവൻ അറിഞ്ഞു. ആർക്കും വേണ്ടാതെ കാടായി കിടന്ന കാണ്ഡവപ്രസ്ഥം ഞങ്ങൾക്ക് വിഹിതമായി തന്നു വലിയച്ഛൻ. ആ കാട് ഇപ്പം നാടായി, നഗരമായി. ഇന്ദ്രപ്രസ്ഥം രാജധാനിയാക്കിക്കൊണ്ട് യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചു, രാജസൂയം നടത്തി. രണ്ടാമൂഴക്കാരനായ എൻ്റെ ശയ്യാഗൃഹത്തിലേക്ക്, മണിയറയിലേക്ക് ആദ്യ രാത്രി കടന്നു വന്നു. 24 മാസങ്ങൾക്ക് ശേഷം എത്തുന്ന ആദ്യത്തെ കാർത്തിക പൗർണമി. കാത്തിരുന്നൊരു കാർത്തിക പൗർണമി, കാമമുണർത്തിയ പുതുരാത്രി. മനസ്സിലും മെയ്യിലും മധുരമണിയും മദഭര പുഷ്പ വസന്തരാത്രി. മനസ്സിലും മെയ്യിലും മധുരമണിയും മദഭര പുഷ്പ വസന്തരാത്രി. ഹിഡുംബിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീരെ ചെറിയ ശരീരഘടനയുള്ള ദ്രൗപദിയുടെ മുമ്പിൽ ഞാൻ പതറിപ്പോകും. അവളാകെ പരവശയാണ്. അവളുടെ കണ്ണുകൾ എന്നോട് കെഞ്ചുന്നത് പോലെ, അരുതേ, വേദനിപ്പിക്കരുതേ. ഞാൻ എൻ്റെ കൈവിരലുകളെ ചിത്രശലഭങ്ങളെക്കാൾ മൃദുലമാക്കാൻ ശ്രമിച്ചു. ഞാൻ എന്നെ തന്നെ ശാസിച്ചു. പതുക്കെ, വളരെ പതുക്കെ. കാത്തിരുന്നൊരു കാർത്തിക പൗർണം, കാമമുണർത്തിയ പുതുരാത്രി. മനസ്സിലും മെയ്യിലും മധുരമണിയും മദഭര പുഷ്പ വസന്തരാത്രി. എൻ്റെ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് ക്ഷീണത്തോടെ അവൾ പറയുന്നു, ഇന്ന് വർത്തമാനങ്ങൾ പറഞ്ഞ് മനസ്സ് കുളിർപ്പിക്കേണ്ടതാണ് ഈ രാത്രി. യുദ്ധത്തിൻ്റെ കഥകൾ പറയൂ, അരക്കില്ലത്തിന് രക്ഷപ്പെട്ട കഥ പറയൂ. ഞാൻ ആരംഭിച്ചു. പ്രമാണകോടിയിലെ ജലോത്സവത്തിന് രക്ഷപ്പെട്ട കഥ, ഹിഡുംബവനത്തിലെ ഹിഡുംബനെ വധിച്ച കഥ,
ബഗന്റെ വധം, ജരാസന്ധന്റെ വധം, ജഡനെ വധിച്ച കഥ എല്ലാം കേട്ടുകഴിഞ്ഞ ദ്രൗപദിക്കിപ്പോ ആലസ്യമില്ല. ആലസ്യം അണ്ടുദാസീനയായി കിടന്ന ദ്രൗപദി എവിടെ? പല്ലുകളും നഖങ്ങളും എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ വേദനിപ്പിക്കുന്നു. വേദനയല്ല, മോഹമല്ല, മോഹാലസ്യം. ചുറ്റിടുമെന്നെ ചുഴലിക്കാറ്റുപോൽ നഗ്നത മുറ്റിയ മേനി, ചുറ്റിടുമെന്നെ ചുഴലിക്കാറ്റുപോൽ നഗ്നത മുറ്റിയ മേനി, അവളുടെ നഗ്നത മുറ്റിയ മേനി. അനുഭൂതികൾ തേടി ആശാലതികകൾ, അനുഭൂതികൾ തേടി ആശാലതികകൾ. മതപരതരളിത തനുലതയിൽ അനന്യ നിർവൃതി നേടി, മതപരതരളിത തനുലതയിൽ അനന്യ നിർവൃതി നേടി. എന്നിൽ വികാര ശൃംഗമുയർത്തി കമലപ്പൂവിതൾ സുഗന്ധവാഹിനി നിസ്തുല സ്വർഗമെനിക്കേകി, കമലപ്പൂവിതൾ സുഗന്ധവാഹിനി നിസ്തുല സ്വർഗമെനിക്കേകി. ശേഷിച്ച രാത്രി ഞാൻ പാറിപ്പറന്നു, അവശേഷിച്ച രാത്രി ഞാൻ പാറിപ്പറന്നു. ഞങ്ങളുടെ ഹസ്തിനപുരത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. എന്തിനാണ്? രാജസൂയം കഴിഞ്ഞ യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രർക്ക് നേരിട്ട് കണ്ട് അനുഗ്രഹിക്കണം. കൂട്ടത്തിൽ ദുര്യോധനനും യുധിഷ്ഠിരനും തമ്മിൽ കുറച്ച് ചൂതുകളിയുമാകാം. ഇളയച്ചൻ വിതുരർ ഓർമ്മിപ്പിച്ചു, സ്വീകരണവും സൽക്കാരവുമെല്ലാം നല്ലത് തന്നെ, പക്ഷേ ചൂതുകളിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണം. ഇന്ദ്രപ്രസ്ഥത്തിലെ മയസഭയിൽ നാണം കെട്ട് പോയതിന് ദുര്യോധനൻ എന്തെങ്കിലും അപകടമുണ്ടാക്കാതിരിക്കില്ല എന്ന് എൻ്റെ ആശങ്ക. ഇതാ സാബല്യ അവിടെ നടക്കാൻ പോകുന്നു. ദൂതസഭയിൽ ചൂതുകളി ആരംഭിക്കുന്നു. യുധിഷ്ഠിരന്റെ മുഖത്ത് ചൂതുകളിയുടെ ലഹരി. ദുര്യോധനാണ് പന്തയം വയ്ക്കുന്നതെങ്കിലും കളിക്കുന്നത് ശകുനി എനിക്ക് ഭയം കലർന്ന വെറുപ്പാണ്. അവിടെ ചൂതുകളിയുടെ തേരോട്ടം ആരംഭിച്ചു. കഴുത്തിലണിയും രത്നഹാരം പണയം വച്ചു യുധിഷ്ഠിരൻ, കഴുത്തിലണിയും രത്നഹാരം പണയം വച്ചു യുധിഷ്ഠിരൻ. ഇന്ദ്രപ്രസ്ഥ കലവറ നിറച്ച സ്വർണം 100 പേടകം, ഇന്ദ്രപ്രസ്ഥ കലവറ നിറച്ച സ്വർണം 100 പേടകം. സഹദേവൻ ഓടി വന്ന് പറയുന്നു, ജ്യേഷ്ഠ, ആ യുധിഷ്ഠിരന് ഭ്രാന്താണ്. കളികൾ 12 അങ്ങനെ നീങ്ങി ഇന്ദ്രപ്രസ്ഥമടക്കം പോയി, കളികൾ 12 അങ്ങനെ നീങ്ങി ഇന്ദ്രപ്രസ്ഥമടക്കം പോയി. പിന്നെ പണയം വച്ചു നകുലനെ അർജുനനെയും മടിയാതെ, പിന്നെ പണയം വച്ചു നകുലനെ അർജുനനെയും മടിയാതെ. യുധിഷ്ഠിരൻ സ്വയം പണയപ്പെട്ടു. ലക്ഷ്മി ദേവിക്ക് കിടനിൽക്കുന്ന പ്രിയംവദയായ ദ്രൗപദിയെ തന്നെയും അയാൾ പണയം വെച്ചു. പണയപ്പെട്ടു യുധിഷ്ഠിരൻ താൻ തളർന്നു വീണു സഭയിൽ, പണയപ്പെട്ടു യുധിഷ്ഠിരൻ താൻ തളർന്നു വീണു സഭയിൽ. അടിമപ്പെണ്ണായവളും പിന്നെ പാണ്ഡവവല്ലഭ പാഞ്ചാലി, അടിമപ്പെണ്ണായവളും പിന്നെ പാണ്ഡവവല്ലഭ പാഞ്ചാലി, പാണ്ഡവവല്ലഭ പാഞ്ചാലി. യജ്ഞപശുവിനെ എന്നതുപോലെ പാഞ്ചാലിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അഴിഞ്ഞു വിടാറായ വസ്ത്രം വാരിപ്പിടിച്ച് ഇടറിയ കാലുകളോടെ ആ കാലടികൾക്കിടയിൽ ഞാൻ കണ്ടു കറുത്ത രക്തത്തുള്ളികൾ. ദ്രൗപദി രജസ്വലയാണ്. അവളുടെ അർദ്ധനഗ്നത 1000 കണ്ണുകൾ പെരും പരുന്തുകൾ പോലെ കൊത്തിവലിക്കുന്നു. വസ്ത്രം വാരിപ്പിടിച്ചുകൊണ്ട് ദ്രൗപദി ചുറ്റും നോക്കി. ഈ നിലയിൽ ഈ സഭയിലേക്ക് എന്നെ വലിച്ചിഴക്കുന്നത് ശരിയാണോ? ഭീഷ്മാചാര്യനും കൃപാചാര്യനുമൊക്കെ ഉള്ള ഈ സദസ്സ് പറയട്ടെ, ഞാൻ അടിമയാണോ? ആ നോട്ടം അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി അവൾ ചുറ്റും നോക്കി. ആ നോട്ടം എൻ്റെ മുഖത്ത് വന്ന് തറച്ചു. ഞാൻ യുധിഷ്ഠിരനോട് തോൽപ്പിച്ചു രോഷം കൊണ്ടു. വേശ്യത്തെരുവിലെ ചൂതാട്ടക്കാരുടെ നാട്ടിൽ ചൂളത്തികൾ ഉണ്ടാകും. ആ ധൂർത്തന്മാർ പോലും സ്വന്തം പെണ്ണുങ്ങളെ പണയം വെക്കാറില്ല. കർണന്റെ നിർദ്ദേശപ്രകാരം ദുശാസനൻ ദ്രൗപദിയുടെ മുടിക്കെട്ട് വിട്ട് മടിക്കുത്തിന് കൈവച്ചു. ഞാൻ അലറി, ഇവനെ കൊന്ന്
ഇവന്റെ മാറി പിളർന്ന് ഞാൻ എന്നെങ്കിലും ഇവന്റെ ചോര കുടിച്ചില്ലെങ്കിൽ ഞാൻ ഭീമസേനനല്ല, ഞാൻ ഭീമസേനനല്ല. ദ്രൗപദി ദുശാസനന്റെ കൈ തട്ടി മാറ്റി ഓടി. ധൃതരാഷ്ട്രർ കാൽക്കൽ വീണു. അവൾ അയാളോട് എന്തു പറഞ്ഞുവെന്ന് ഞങ്ങളാരും കേട്ടില്ല. അതുവരെ നിശബ്ദനായിരുന്ന ധൃതരാഷ്ട്രർ സംസാരിച്ചു. എനിക്ക് പുത്രവധുവെ പോലെ പ്രിയപ്പെട്ടവളാണിവൾ. ഇവളുടെ അഭ്യർത്ഥന അനുസരിച്ച് ഞാൻ ഇവളെ മോചിപ്പിച്ചിരിക്കുന്നു. ഇവൾക്ക് വേണ്ടി പാണ്ഡവരും സ്വതന്ത്രരാണെന്ന് ഞാൻ പറയുന്നു. കർണൻ ദോഷം കൊണ്ട് സംസാരിച്ചു. പെണ്ണിൻ്റെ കരച്ചിലിൻ്റെ മുമ്പിൽ തൽക്കാലം പാണ്ഡവന്മാർ രക്ഷപ്പെട്ടിരിക്കുന്നു. മഹാവീരന്മാർ 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം. അതിനിടയിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും വനവാസം. സഹദേവൻ പറഞ്ഞു, ജ്യേഷ്ഠ, കൗരവ കൂട്ടത്തെ കൊല്ലാൻ എന്നെങ്കിലും ഇടയാകുമ്പോൾ ഒരുത്തനെ എനിക്കായി മാറ്റിവെക്കണം. ആ നീചൻ ശകുനിയെ. രാജിഞ്ഞു കിടക്കുന്ന മുടി വാരി ചുമലിലേക്ക് ഇട്ടുകൊണ്ട് ദ്രൗപദി പറയുന്നു, വീരാഗ്രണികളായ 5 ഭർത്താക്കന്മാർ, 1000 യോദ്ധാക്കൾക്ക് കിടനിൽക്കുന്ന ആങ്ങള ദൃഷ്ടദ്യുമ്നൻ, അക്ഷൗഹിണികളുള്ള അച്ഛൻ. എന്നിട്ടും എൻ്റെ അവസ്ഥ കണ്ടില്ലേ? യുധിഷ്ഠിരൻ സമാധാനിപ്പിച്ചു. ധർമ്മം വിട്ട് നടക്കുന്നവർക്ക് കാലം അതിൻ്റെ ശിക്ഷ നൽകും. എല്ലാം ദേവനിശ്ചയമെന്ന് കരുതി സമാധാനിക്കും. ദേവനിശ്ചയം. സഭയിൽ വലിച്ചെന്നെ വസ്ത്രാക്ഷമം ചെയ്യാൻ ഒരുക്കിയവന്മാർക്ക് സമൃദ്ധി, പാണ്ഡവ പത്നിക്ക് കാട്. അത് ദേവനിശ്ചയമാണെങ്കിൽ ആ ദേവനെ ഞാൻ ശപിക്കുന്നു, ഞാൻ നിന്ദിക്കുന്നു. വനവാസം. ഗന്ധമാദനഗിരിയിലേക്ക് ഞങ്ങളുടെ വനവാസം. കൊടുങ്കാട് മൂടിയ ഗന്ധമാദന പർവ്വതം കടന്ന് അപ്പുറത്തെത്തണം. വളരെ പ്രയാസമാണ്. രാവിലെ മലകയറ്റം തുടങ്ങി. യുധിഷ്ഠിരന്റെ നിലവിളി കേട്ടു. ദ്രൗപദി വീണുപോയി. തോളിൽ മഴുവും ചുറ്റിയിട്ട കയറുമായി ഒരു കൂട്ടം കാട്ടാളന്മാർ ഞങ്ങളെ കണ്ടു നിന്നു. എല്ലാം ചെറുപ്പക്കാർ. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ അവൻ്റെ നിർദ്ദേശമനുസരിച്ച് കൊണ്ടുവന്ന മരക്കൊമ്പുകളും കാട്ടുവള്ളികളും കൊണ്ട് അവരുണ്ടാക്കിയ താൽക്കാലിക മഞ്ചലിൽ ദ്രൗപദിയെ ഇരുത്തി. 4 പേർ ആ കട്ടിൽ ചുമന്നു. ഗന്ധമാദനത്തിൻ്റെ മുകളിലെത്തി ഞങ്ങൾ. കാട്ടാളന്മാർ നടന്നകലുകയായിരുന്നു. അവരോടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ അവരോടൊപ്പം ഓടിയെത്തി. വലിയ സഹായമാണ്, വലിയ സഹായമാണ് നിങ്ങൾ ചെയ്തു തന്നത്. നിങ്ങൾക്ക് സമ്മാനമായി തരാൻ ഒന്നുമില്ലല്ലോ ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജകുമാരന്മാരാണ്. ഞാൻ ഭീമസേനൻ, പാണ്ഡുവിൻ്റെ പുത്രൻ. നിശബ്ദമായ വാക്കുകളോടുകൂടി ഖഡോൽ ഏറ്റവും പ്രായം കുറഞ്ഞ വഴികാട്ടിയായവൻ പറയുന്നു, ഞാൻ ഹിഡുംബവനത്തിലെ നിഷാദഗോത്രത്തിലെ ഖഡോൽഖജൻ, ഹിഡുംബി പുത്രൻ. ഞാൻ കോരിത്തിരിച്ചു. അവനെ വാരിപ്പുണരാൻ എൻ്റെ കൈകൾ നീണ്ടു. ഞാൻ കൈകളെ നിയന്ത്രിച്ചു. ഞാൻ നിന്റെ പിതാവാണ്. ഞാൻ ഊഹിച്ചു. പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു. എൻ്റെ കാൽക്കൽ വീണ് മുട്ടുകുത്തി നമസ്കരിക്കുന്ന ഖഡോൽഖജനെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ചോദിക്കുന്നു, ഞാനും എൻ്റെ കൂട്ടുകാരും ഈ കാടിനടുത്ത് എവിടെയെങ്കിലും കാണും. ഇനിയും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു തരേണ്ടതുണ്ടോ? വേണ്ടിവരും. നീ കുറെ കൂടെ വലുതാകുമ്പോൾ നിന്റെ സഹായം വേണ്ടിവരും ഒരു യുദ്ധത്തിന്. പ്രിയ ഭീമസേന, എൻ പ്രിയ ഭീമസേന, കൊതിയുണ്ടെനിക്ക സൗഗന്ധികപ്പൂ ചൂടുവാൻ എൻ കാർമുടിയിൽ. പ്രിയ ഭീമസേന, എൻ പ്രിയ ഭീമസേന, കൊതിയുണ്ടെനിക്ക സൗഗന്ധികപ്പൂ
ചൂടുവാൻ എൻ കാർമുടിയിൽ. പോയി വരുമോ നീ ഗന്ധമാദന ഗിരിയിൽ, എനിക്കായി കദളീവനങ്ങൾ കരികിൽ. പോയി വരുമോ നീ ഗന്ധമാദന ഗിരിയിൽ, എനിക്കായി കദളീവനങ്ങൾ കരികിൽ. പ്രിയ ഭീമസേന, എൻ പ്രിയ ഭീമസേന. കാറ്റത്തടർന്നു വീണ ഒരു നീലത്താമരപ്പൂ നീട്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറയുന്നു, ഒരുപാട് ഇഷ്ടം തോന്നി, ഒത്തിരി ആഗ്രഹം തോന്നി. അർജുനനും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആരോട് പറയാം? സ്വർഗത്തിലെ സന്താനപ്പൂക്കളേക്കാൾ മനോഹരമാണത്രേ, സുഗന്ധമാണത്രേ ഇവിടുത്തെ പഞ്ചവർണ്ണ പൂക്കൾക്ക്. കുബേരന്റെ ഉദ്യാനത്തിനടുത്താണ് ആ പൂ പിടിക്കുന്ന പൊയ്ക. പക്ഷെ ആരെയും പൂ പറിക്കുവാൻ അനുവദിക്കാറില്ല. എങ്കിലും നോക്കാം. അതിസാഹസികമായിരുന്നു ആ യാത്ര, ഒരു പെണ്ണിൻ്റെ ആഗ്രഹം തേടിയുള്ള യാത്ര. ഒരു പിടി സൗഗന്ധിക പൂക്കൾ പറിച്ചെടുത്ത് ഞാൻ ദ്രൗപദിക്ക് വെച്ച് നീട്ടി. അവൾ അതൊന്നും മണപ്പിക്കുക പോലും ചെയ്യാതെ യുധിഷ്ഠിരന് നീട്ടി. പിന്നീട് വഴിവക്കിൽ ഒരു പിടി തണ്ടോടുകൂടി ഒരു പിടി സൗഗന്ധിക പൂക്കൾ കിടക്കുന്നത് കണ്ടു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. പ്രിയ പ്രിയ ദ്രൗപദി, എൻ പ്രിയ ദ്രൗപദി, കൊതിയുണ്ടെനിക്കു നിൻ ഹൃദയ പൊയ്കയിൽ വിടരാൻ സൗഗന്ധികമാ. പ്രിയ ദ്രൗപദി, എൻ പ്രിയ ദ്രൗപദി, കൊതിയുണ്ടെനിക്കു നിൻ ഹൃദയ പൊയ്കയിൽ വിടരാൻ സൗഗന്ധികമാ. നീ നുകരും വരെ എൻ വിഷാദ തടത്തിൽ കാത്തിരിക്കുവതിനെയും നിനക്കായി കാത്തിരിക്കുവതിനെയും. പ്രിയ ദ്രൗപദി, എൻ പ്രിയ ദ്രൗപദി.